മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് അരിസ്റ്റോ സുരേഷ്. നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ മലയാള അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഈ ചിത്രത്തിലെ അരിസ്റ്റോ സുരേഷിൻ്റെ അഭിനയം മികച്ച രീതിയിലുള്ള അഭിനന്ദനങ്ങൾക്ക് പാത്രമായിരുന്നു. പിന്നാലെ ഇദ്ദേഹം നിരവധി ചിത്രങ്ങളുടെ ഭാഗമാവുകയും ആൽബം പാട്ടുകളുടെയൊക്കെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ബിഗ് ബോസ് ഷോയിലെത്തിയതോടുകൂടിയാണ് അരിസ്റ്റോ സുരേഷ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബിഗ് ബോസ് സീസൺ 1 അരിസ്റ്റോ സുരേഷ് എത്തിയത്. 100 ദിവസം അരിസ്റ്റോ സുരേഷ് ഹൗസിനകത്ത് നിന്നിരുന്നു. ഹൗസിനകത്തെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബിഗ് ബോസിലൂടെയാണ് നടൻ്റെ കുടുംബവിശേഷങ്ങളും ജീവിതവുമൊക്കെ പ്രേക്ഷകർ കൂടുതലായും അടുത്തറിഞ്ഞത്. പേളിമാണിയുമായും ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആളാണ് അരിസ്റ്റോ സുരേഷ്. പിന്നാലെ നടൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ ഗോസിപ്പുകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിരവധി ചലച്ചിത്രങ്ങളിലും ആൽബം പാട്ടുകളിലുമൊക്കെ അരിസ്റ്റോ സുരേഷ് സജീവമായിരുന്നു. തനിക്ക് മുമ്പ് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പേളിയും ശ്രീനീഷും സഹായിച്ചിട്ടുണ്ടെന്നും അതിഥിയും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അരിസ്റ്റോ സുരേഷ് കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത്. ജനുവരി 3 റിലീസ് ചെയ്യാനിരിക്കുന്ന മിസ്റ്റർ ബംഗാളി സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു അരിസ്റ്റോ സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. പേളിയും ശ്രീനീഷുമായും വളരെയധികം സൗഹൃദമുണ്ടെന്നും പേളി 3ാമതും ഗർഭിണിയാകാൻ പോവുകയാണെന്നറിഞ്ഞുവെന്നും അവർക്ക് നല്ലൊരു ആൺകുഞ്ഞ് ജനിക്കട്ടെ എന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു. അവശ്യഘട്ടങ്ങളിലൊക്കെ പേളിയും ശ്രീനീഷും സഹായിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണത്തിലൊക്കെ തന്നെ താൻ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം പോയി കാണാൻ സാധിച്ചില്ലെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 3 അരിസ്റ്റോ സുരേഷിൻ്റെ പുതിയ ചിത്രമായ മിസ്റ്റർ ബംഗാളി എന്ന ചിത്രം റിലീസിനെത്തുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വേളയിൽ അരിസ്റ്റോ സുരേഷിന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചു. മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന പരിപാടിക്കിടെയാണ് സംഭവം. ഉടൻ തന്നെ അദ്ദേഹത്തെ കൂടെ നിന്നവർ ചേർന്ന് താങ്ങിയെടുത്തു. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു. അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിത്രത്തിൽ ബംഗാളിയായിട്ടാണ് അരിസ്റ്റോ സുരേഷ് അഭിനയിക്കുന്നത്. അരിസ്റ്റോ സുരേഷിനൊപ്പം യൂട്യൂബറും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലുങ്കലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി ഫാനായ വ്യക്തി കൂടിയാണ് കഥാനായകൻ. കൂടാതെ കൊല്ലം തുളസി, ബോബനാലമ്മൂടൻ, വിഷ്ണുപ്രസാദ്, യവനിക ഗോപാലകൃഷ്ണൻ, സജി വെഞ്ഞാറമ്മൂട്, ഷാജി മാവേലിക്കര, വിനോദ്, ഹരി ശ്രീമാട്ടിൻ, സുമേഷ് കൊല്ലം, ബാസി തുടങ്ങിയവർ മറ്റ് അഭിനേതാക്കളായും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒരു സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ. ചികിത്സ തേടിയതിനെ തുടർന്ന് നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് അരിസ്റ്റോ സുരേഷ് കൊച്ചിയിലേക്ക് തിരിച്ചു പോയതെന്നും അദ്ദേഹത്തിന് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല, എല്ലാം ബെറ്ററായി പോകുന്നുവെന്നുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചത്. നിരവധി ആരാധകരും ആശങ്കയറിയിച്ച് കമൻറ്റിൽ എത്തിയിരുന്നു.